ഇടുക്കി ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറിയിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. തങ്കമണി മരിയാപുരം സ്വദേശിയായ ചുഴലി മഹേഷിനെയാണ് വെള്ളത്തൂവൽ പോലീസ് പിടികൂടിയത്. പീരുമേട്ടിൽ നിന്നുമാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി വി.കെ. സ്റ്റാലിൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. സ്റ്റാലിൻ, ഈ ചുഴലി മഹേഷ് ഒരു സ്ഥിരം മോഷ്ടാവാണോ? ഈ ക്ഷേത്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന വ്യക്തിയാണോ? എങ്ങനെയാണ് പോലീസിന് ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്? സൂചിപ്പിച്ച പോലെ തന്നെ ചുഴലി മഹേഷ് നിരവധി കേസുകളിലെ പ്രതിയാണ്. ക്ഷേത്ര മോഷണം ഉൾപ്പെടെ വീടുകളുടെ മോഷണം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലെ ഇടുക്കിയിലെ പല സ്റ്റേഷനുകളിലും ഇയാൾ പ്രതിയാണ്. കഴിഞ്ഞ ദിവസം ആനച്ചാല്, പ്രത്യേകിച്ചും ഇടുക്കിയിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് ആനച്ചാല്. വലിയ തോതിൽ ഭക്തജനങ്ങൾ എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക വരുമാന മാർഗങ്ങളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് മിക്കവാറും ക്ഷേത്രത്തില് പണത്തിന്റെ സാഹചര്യമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 1 മണിയോട് കൂടി, 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കെന്നാണ് നമ്മുടെ വെള്ളത്തൂവൽ പോലീസ് നമ്മളോട് പറയുന്നത്. ക്ഷേത്രത്തിന്റെ ഓഫീസിൽ കയറി ഓഫീസിന്റെ വാതില്, തടി കൊണ്ടുള്ള വാതില് കല്ലിനെ ഇടിച്ച് തകർത്ത് ആണ് ഇയാൾ അകത്ത് കടന്നതെന്നാണ് പോലീസിന്റെ ഒരു കണ്ടെത്തല്. എന്തായാലും അവിടെ നിന്ന് രാത്രി കടന്നുപോയി. പിന്നെ വെളുപ്പിനെയുള്ള KSRTC ബസ്സിൽ ഇയാൾ അവിടെ നിന്ന് കടന്നു പോകുന്നതായിട്ട് ചില CCTV ദൃശ്യങ്ങളിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പിന്നീട് ഇയാളെ പീരുമേട്ടിൽ നിന്നും പിടിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഇയാൾ തമിഴ്നാട് മേഖലയിലേക്കും അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്തേക്കും ഒക്കെ യാത്ര ചെയ്തിരുന്നു. അതിനുശേഷം തിരിച്ച് പീരുമേട്ടിലെത്തിയ സമയത്താണ് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ പിടികൂടുകയായിരുന്നു. എന്തായാലും 1 ലക്ഷം രൂപയോളം ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കണ്ടത്. പക്ഷെ പണം പൂർണ്ണമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കി ഇന്നലെ അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് ഏതെങ്കിലും മോഷണ കേസുകളിലോ മറ്റോ പ്രതിയായിട്ടുള്ള വ്യക്തിയാണോ ഈ ചുഴലി മഹേഷ്? മാത്രമല്ല ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടി അറിയേണ്ടതുണ്ട്. ഈ ക്ഷേത്രത്തിൽ മോഷണം നടത്തുന്നു, അങ്ങനെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കഥകൾ ഉണ്ടാകുമോ? ക്ഷേത്രമോഷണം അല്ല ഇയാളുടെ പ്രധാന മോഷണ രീതികൾ. മറ്റ് വീടുകളിലുണ്ട്. അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളിൽ നിന്നുള്ള ഏലക്ക ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ച സംഭവങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കടകളിൽ മോഷണം നടത്തിയതായിട്ടും ഒക്കെയുള്ള നിരവധി കേസുകൾ പല സ്റ്റേഷനുകളിലും, പ്രത്യേകിച്ചും തങ്കമണി ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ ഉണ്ടായിട്ടുണ്ട് മുൻപൊക്കെ. അപ്പോൾ ക്ഷേത്രമോഷണം അല്ല പ്രധാനമെങ്കിലും ഇത് ഒരു പ്രധാന ക്ഷേത്രം എന്ന നിലയിൽ ഇവിടെ സാമ്പത്തികമായിട്ടുള്ള നല്ല വരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഇയാൾക്കുണ്ടാവാം. കാരണം ആനച്ചാൽ ക്ഷേത്രം ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ജനപങ്കാളിത്തം വരുന്ന വിശ്വാസികൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തോതിലുള്ള പണം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഒരുപക്ഷെ ഇയാൾക്കുണ്ടാകാം ടോമേ. അതുകൊണ്ടായിരിക്കാം ഇവിടെ കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അയാൾ വിചാരിച്ച പോലെ തന്നെ ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ വരുമാനം ഉള്ളതുകൊണ്ട് പണവും ഉണ്ടായിരുന്നു. 1 ലക്ഷം രൂപയോളം അവിടുന്ന് നഷ്ടപ്പെട്ടതായിട്ടാണ് അതിന്റെ അധികൃതരൊക്കെ പറയുന്നത്. പോലീസിന്റെ അന്വേഷണത്തിലും 1 ലക്ഷം രൂപ നഷ്ടപ്പെട്ടുള്ളത് വസ്തുതയാണെന്ന് തന്നെയാണ് പോലീസ്. ഇയാളുടെ മോഷണത്തിന്റെ രീതി എങ്ങനെയാണ്? ഇങ്ങനെ ഈ രാത്രിയിൽ മോഷണം നടത്തുക, പിന്നീട് ബസ്സിൽ കടന്നു കളയുക, അതിനപ്പുറം ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തിയത്? ഇടുക്കി ജില്ലയിൽ മാത്രമാണോ അതോ മറ്റ് ജില്ലകളിലും മോഷണം നടത്തുന്ന വ്യക്തിയാണോ ഇയാൾ? പകൽ സമയത്ത് സ്ഥലങ്ങൾ കണ്ടുവച്ച് അവിടെ സാധാരണ യാത്രക്കാരെ പോലെ കറങ്ങി നടന്ന് സ്ഥലങ്ങൾ കണ്ടുവച്ചതിന് ശേഷം രാത്രി കാലങ്ങളിലാണ് കൂടുതലും മോഷണം നടത്തുന്നതെന്നൊക്കെയാണ് പോലീസിന്റെ ഒരു കണ്ടെത്തലും വിലയിരുത്തലും ഒക്കെ. പിന്നെ മറ്റ് സംസ്ഥാനത്തുള്ള മറ്റ് മോഷ്ടാക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം ഇയാൾക്ക് ഉണ്ട് എന്നുള്ളൊരു നിഗമനമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കേസിലും ഇയാൾ മാത്രമല്ല മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല കേസുകളിലും ഇയാൾ കക്ഷിയായിട്ടും ഉണ്ട്. പിന്നെ കടകളിലെ ചെറിയ തോതിലുള്ള മോഷണങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു വളരെയധികം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. എപ്പോഴും പോലീസിന്റെ ഒക്കെ ഒരു നിരീക്ഷണത്തിൽ ഇരിക്കുന്ന ഒരു ആളുകൂടിയാണ് ഈ ചുഴലി മഹേഷ് എന്ന് പറയുന്നത്. എന്തായാലും തങ്കമണി സ്റ്റേഷന്റെ പരിധിയിലാണ് ഇയാളുടെ വാസസ്ഥലം. സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും. ക്ഷേത്ര മോഷണ കേസിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.